ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ്. എറണാകുളം ഏറ്റുമാനൂർ സംസ്ഥാന പാതയിൽ ഒരു മരണവളവുണ്ട്. ഉദയംപേരൂർ 10-ാം മൈലിലെ എസ് വളവ്. ഈ വളവിലെ മീഡിയൻ കഴിഞ്ഞ രാത്രിയിൽ കവർന്നെടുത്തത് 2 ജീവനുകളാണ്. അരുൺ ശങ്കർ വിവരങ്ങൾ നൽകും. അരുൺ, ഒടുവിലുണ്ടായ അപകടത്തിന്റെ വിവരങ്ങൾ, മറ്റൊന്ന് ഈ മരണവളവ് യാത്രയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഇങ്ങനെ ഇതിലൊരു ഇടപെടലോ നടപടിയോ ഒന്നും ഉണ്ടാകാത്തത് എന്താണ്? മുഖ്യമന്ത്രി തൃശ്ശൂരിലേക്കുള്ള യാത്ര കുന്നംകുളം തൃശ്ശൂർ റോഡ് ആ വഴി ഒഴിവാക്കിയത് അവിടുത്തെ കുണ്ടും കുഴിയും കാരണമാണ്. റോഡിൽ ശോചനീയാവസ്ഥയാണ്. പക്ഷേ ഇവിടെ എറണാകുളം ഏറ്റുമാനൂർ റോഡിൽ അത്തരത്തിലുള്ള ശോചനീയാവസ്ഥയൊന്നുമില്ല, കുണ്ടും കുഴിയൊന്നും. ഒരു പക്ഷേ ഉദയംപേരൂർ ആ ഭാഗത്തൊന്നും അത്രയ്ക്കില്ല. പക്ഷേ ഇവിടുത്തെ ഒരു മീഡിയനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ദിവസവും 1-2 അപകടങ്ങളിലും ഇവിടെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിലാണ് 2 യുവാക്കൾ മരണപ്പെട്ടത്. ആദിത്യൻ, ഇന്ദുചൂർ എന്ന 2 യുവാക്കൾ, 21 വയസ്സ് മാത്രമാണ് പ്രായം. ഈ മീഡിയനാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്നത്. ഒരു എസ് വളവാണ്. ഈ എസ് വളവിൽ ഈ മീഡിയൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് റിഫ്ലക്ടറൊന്നും കാര്യമായി ഇവിടെ വെച്ചിട്ടില്ല. അതാണ് ഈ പ്രശ്നത്തിനൊരു കാരണം. നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാം. ഒരു ബാരിഷ് എന്ന് പറയുന്ന ആൾ 15 വർഷമായിട്ട് ഈ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഇതുവരെ ഒരു പരിഹാരം കൊണ്ടില്ല. ദിവസവും അപകടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ദിവസേന ഇന്നലെ തന്നെ ഈ 2 യുവാക്കൾ മരിക്കുമ്പോൾ തന്നെ അതിന് മുമ്പ് അപകടം ഉണ്ടായി. അങ്ങനെ ദിവസേന രാവിലെ മഴയുള്ള ദിവസങ്ങളിലാണെങ്കിൽ എല്ലാ ദിവസവും അപകടം ഉണ്ടാവും. രാത്രി അപകടങ്ങളുണ്ടാവും. പലപ്പോഴും നിരവധി വാഹനങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഈ 2 പേരുടെ മരണം ഈ മീഡിയൻ വന്നതിന് ശേഷം ആദ്യമായിട്ടുള്ളതായിട്ടൊരു സംഭവമാണ്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ അപകടം കാണാറുണ്ടോ? സ്ഥിരമായിട്ടുണ്ടായിരുന്നു. മിക്കവാറും കാരണം എന്താ? ഇതിന് അശാസ്ത്രീയമായ പണിതാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം അറിയോ, മിക്കവാറും ഇത് മേടിച്ച് ഇപ്പുറത്തേക്ക് മറിയൽ പോകുമ്പോൾ ഇതന്നെ ഒരു അടയാളം എന്ന് പറഞ്ഞാൽ അടയാളം തേക്ക് കിടക്കുന്ന സാധനമാണ് ആകെ ഉള്ളത്. മീഡിയനാണെന്ന് അറിയാനുള്ള ഇത് പെട്ടെന്ന് വരുമ്പോഴായിരിക്കും അറിയപ്പെടുന്നത്. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എത്ര പോലെ ഈ പുള്ളി തന്നെ ഒരുപാട് പ്രാവശ്യം പല പേപ്പറുകളിൽ റിപ്പോർട്ട് ചെയ്ത് ഇത് പരാതിയൊക്കെ ഒരുപാട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ബാരിഷന് ഒരുപാട് പ്രാവശ്യം. എന്ത് പറയാൻ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ മീഡിയൻ എന്ന് പറയുന്ന ഒരു വളവിലാണ് തുടങ്ങുന്നത്. അതിൻ്റെ അവിടെ ഒരു എന്താണ് അവിടെ മീഡിയൻ ഉണ്ടെന്ന് കാണിക്കാനുള്ള റിഫ്ലക്ടർ ഒന്നും കാര്യമായിട്ട് വെച്ചിട്ടില്ല. ഇവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ടായിരുന്നത് പലപ്പോഴും വെക്കുമ്പോൾ വാഹനം ഇടിച്ച് കളയുകയാണ് ചെയ്തത്. ഇന്നലത്തെ വാഹന അപകടത്തിൽ ആ റിഫ്ലക്ടർ തകർന്ന് കിടക്കുകയാണ് ഒരു ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ മറുഭാഗത്തും അതാണ് അവസ്ഥ. അതോടൊപ്പം തന്നെ മീഡിയേറ്ററിൻ്റെ ഇടയിലൊന്നും അത്തരത്തിലുള്ള റിഫ്ലക്ടർ കാര്യമായിട്ട് വെച്ചിട്ടില്ല. ഒരുപക്ഷെ നിറം കൊണ്ട് പോലും ഈ മീഡിയനെ വ്യത്യസ്തമാക്കിയിട്ടില്ല. പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് നിറങ്ങളെങ്കിലും അടിച്ചിട്ട് ഈ മീഡിയൻ ആൾക്കാർക്ക് കാണാവുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന തരത്തിൽ വെക്കാറുണ്ട്. പക്ഷേ അങ്ങനെ പോലുള്ള പായൽ പിടിച്ച് ഇങ്ങനെ കറുത്ത് കിടക്കുകയാണ്. അപ്പോൾ വളരെ വേഗത്തിൽ വരുന്ന ഒരാളുടെ ശ്രദ്ധയിലേക്ക് ഈ മീഡിയൻ, പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഈ വഴി വരുന്ന ഒരാൾക്ക് അത് ശ്രദ്ധയിൽപ്പെടില്ല. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇന്നലെ 2 പേരുടെ ഇന്നലെ മരിച്ച 2 പേരും ഈ സമീപത്തുള്ളവരാണ്. 2 ചെറുപ്പക്കാർ. അവർ സ്ഥിരം പോകുന്ന വഴി കൂടിയാണ്. എന്നിട്ടും ഇവിടെ അപകടം ഉണ്ടായി അവരുടെ ജീവൻ നഷ്ടപ്പെടുകയാണുണ്ടായി. അപ്പോൾ ഇത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. പലവട്ടം പലരുടെ അടുത്ത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. 15 വർഷമായിട്ടാണ് ബാരിഷ് എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയം ഉയർത്തിയത്. പക്ഷേ എന്നിട്ടും ഒരു പരിഹാരം കാണുന്നില്ല. ഇത് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അലംഭാവമാണ്. ആ അലംഭാവം ഇനിയും ഇവിടെ അനാസ്ഥയുടെ ഇരകളായി കൂടി 2 യുവാക്കൾ മാറുകയാണ്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ പരിചിതമായിട്ടുള്ള വഴിയിലൂടെയായിരുന്നു അവർ സഞ്ചരിച്ചിരുന്നത്. എന്നിട്ടും അവർക്ക് ജീവൻ നഷ്ടമായി. അവിടുത്തെ ഒരു മരണവളവായി തുടരുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ റോഡുകളുടെ പൊതു അവസ്ഥ, അപകടാവസ്ഥയൊക്കെയാണ് ഇതിലൂടെയൊക്കെയും വെളിവാക്കപ്പെടുന്നത്.